അയ്യപ്പന്റെ വാജീവാഹനം എടുത്ത് തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്ത് നമ്മുടെ കോൺഗ്രസ് നേതാവും മുൻ ദേവസ്വം ബോർഡ് അംഗവുമായ അജയ് തറയിൽ വിശദീകരണമായി വന്നിട്ടുണ്ട്. അതൊരു കീഴ്വഴക്കമാണ് എന്ന രീതിയിലാണ് അത് കൊടുത്തുവിട്ടത്. തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്, ഞങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ. അതിന്റെ പേരിൽ തന്ത്രി കൊടുത്തു. അല്ല, അതേത് റിപ്പോർട്ടാണ് അജയ് തറയിൽ സാറേ? അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തു വിടണേ, ഞങ്ങൾക്കും കൂടി ഒന്ന് കാണാമല്ലോ. ഏത് രേഖകളിലാണ് ഇത് രേഖകളല്ലോ, ആചാരങ്ങളും വെച്ച് പറയുന്നതാണ് തന്ത്രി കൊണ്ടുപോയി. താങ്കളല്ലേ ഇപ്പൊ പറഞ്ഞത് റിപ്പോർട്ട് കിട്ടിയെന്ന്? ഇപ്പൊ വീണ്ടും പറയുന്നു ഇത് രേഖകളല്ലല്ലോ, ആചാരം വെച്ച് പറയുന്നതാണ് എന്ന്. അപ്പൊ ആദ്യം പറഞ്ഞ റിപ്പോർട്ട് എവിടെ പോയി? ഏതെങ്കിലും തറയിലൊന്ന് ഉറച്ചു നിൽക്കേണ്ട അജയ് തറയിൽ സാറേ. തന്ത്രി ഇപ്പോഴല്ല, തന്ത്രി ഈ കേസ് ആരംഭിക്കുമ്പോൾ തന്നെ പറഞ്ഞു വാജീവാഹനം എന്റെ കയ്യിലുണ്ട്, ഞാൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല അജയ് തറയിൽ സാറേ, എന്റെ സംശയം വീണ്ടും അവിടെയാണ്. വാജീവാഹനം കൈവശം വെക്കുന്നതാണ് ആചാരമെങ്കിൽ പിന്നെ എന്തിനാണ് തന്ത്രി അത് തിരിച്ചേൽപ്പിക്കുന്നത്? അപ്പോ സംഗതി മറ്റൊന്നല്ലേ? കള്ളത്തരം കൈയോടെ പിടികൂടിയപ്പോൾ എങ്കിലത് തിരിച്ചു കൊടുത്ത് തടി തപ്പാം എന്ന തന്ത്രിയുടെ തന്ത്രം. നല്ല ബെസ്റ്റ് ബുദ്ധി. അപ്പോളേ അജയ് തറയിൽ സാറേ, സാറിന്റെ കയ്യിൽ രേഖയും റിപ്പോർട്ടും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒരു രേഖയുണ്ട്. ഇത് ദേവസ്വം കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവാണ്. ഈ ഉത്തരവ് പുറത്തിറങ്ങിയത് 2012. ആരുടെ കാലത്താണെന്ന് പറയണ്ടല്ലോ. അജയ് തറയിൽ സാറ് ഇങ്ങോട്ടൊന്ന് നോക്കണേ. ഇതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്ത്രിമാർക്കുള്ള നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോകുന്നവയും അങ്ങനെ അല്ലാത്തവയുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിപ്രവർത്തനം ചെയ്യുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച പൂർവകാല നടപടിക്രമങ്ങൾ എന്തു തന്നെ ആയാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതു സ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ്. അജയ് തറയിൽ സാറേ, അജയ് തറയിൽ സാറേ പോയോ?